welcome to Cutie the Hand Wash Presents Comedy Masters, co-presented by Willy White Toothpaste, powered by Amrtaveni Lice Kit, co-powered by Rajakumari Group. നമ്മുടെ ഈ വാവ് കേൾക്കുമ്പോൾ ഉണ്ടല്ലോ പ്രേക്ഷകർ എല്ലാവരും ഒന്ന് എനർജറ്റിക് ആവും. കാരണം പുതിയൊരു എപ്പിസോഡ് തുടങ്ങുമ്പോൾ ഇതുപോലത്തെ സൗണ്ടുകൾ ഇതുപോലത്തെ ശബ്ദങ്ങൾ എന്താണ് എന്റെ ഷായിക്ക് ഒരു പ്രശ്നമാടാ, ഈ ബോയ്സ് വന്നതിന്റെ ആണെന്ന് തോന്നുന്നു. അതെ 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 അല്ലേ, എന്നൊന്നും അറിയത്തില്ല. എന്തായാലും നമ്മുടെ ഈ ഒരു എനർജി, ഈ ഒരു പവർ പാക്ഡ് എപ്പിസോഡ് ഇവിടെ ആരംഭിക്കുമ്പോൾ ഇന്നും നമ്മുടെ ടീംസ് രണ്ടായിട്ട് സ്പ്ലിറ്റ് ആയിരിക്കാണ്. ഇപ്പുറത്തെ സൈഡിൽ ഗേൾസ് ടീം ആൻഡ് അപ്പുറത്തെ സൈഡിൽ ബോയ്സ് ടീം. സൂപ്പറാട്ടാ സംഭവം. അനുമേനം മഞ്ചേരിയിലേക്ക് ഹിറ്റാണ്. ഒരു മിനിറ്റ്, ഞാൻ അവനോട് ഒരു സംശയം ചോദിച്ചോട്ടെ. എടാ, ആരാ ഇത്? അനൂപേനൻ ഏറ്റവും ഇഷ്ടപ്പെട്ട പടം ഏതാ കുഞ്ഞിന്? അവരുദ്ദേശിച്ച എന്താ അറിയോ, അഖിൽ കവലിയൂരിനെ കണ്ടിട്ടാണ് ഗുരുവായൂർ അമ്പലനടയിൽ പറഞ്ഞത്. ഞാൻ കാര്യം പറയാം, അവർക്ക് അനൂപേനോനെ അറിയാം, എന്നെ അറിയാം, പിള്ള മനസ്സിൽ കള്ളമില്ല. അപ്പൊ മഞ്ചേരിയിൽ അനുമേനോന്റെ പടം എന്ന് പറഞ്ഞാൽ കണ്ടത് ആൾക്കാർ. പുള്ളിക്ക് ഇടി വല്ല അവാർഡും അവിടെ പ്രഖ്യാപിച്ച പുള്ളി മേടിക്കേണ്ടി വരും. എന്തായാലും നമ്മുടെ പിള്ളേര് മഞ്ചേരിയിൽ നിന്നുമാണ് എത്തിയിരിക്കുന്നത്. എന്താണ് നിങ്ങളുടെ ഡാൻസ് സ്കൂളിന്റെ പേര്? Deksha Dance from മഞ്ചേരി. അപ്പൊ മഞ്ചേരിയിൽ മാത്രം പെർഫോമൻസ് നടത്തിയാൽ മതി, ഇവിടെ കാണണ്ടേ പെർഫോമൻസ് ഒക്കെ? ആദ്യം നമുക്കൊന്ന് കൂൾ ഡൗൺ ചെയ്യാം. എങ്ങനെ ചിരിച്ച് നമ്മളുടെ സ്കിറ്റ്, ഹോം സ്കിറ്റ് ഒന്ന് ഇറക്കൂ. പണ്ടാണെങ്കിൽ നമ്മൾ പറയും ഈ ശാന്തത എന്ന് പറയുന്നത് ഇങ്ങനെയാണ്, പക്ഷെ അതല്ല. ഇപ്പൊ ശാന്തതയ്ക്ക് പുതിയൊരു ടേം ഉണ്ട്, കോമഡിയാണ് ശാന്തത അല്ലെ? അതുകൊണ്ട് നമുക്ക് ചിരിക്കാം. ചേച്ചി, ലാൽ ബാബു ആൻഡ് ടീം. ലാലു ഈ ചെറുക്ക ഇത് എവിടെ ചെന്ന് കിടക്കണ്? രാവിലെ തേങ്ങ ഒതുക്കാൻ കൊണ്ടുവന്ന എടാ കുമാരേ, കുമാരേ എന്താ പറഞ്ഞേ? വെള്ളം കുടിച്ചിട്ട് വരാന്ന്. എന്തൊരു ചെറുക്കനാന്തോ രാവിലെ വിളിച്ചോണ്ട് വന്നത്. 4 തേങ്ങ പൊതിക്കും, വെള്ളം കുടിക്കാൻ പോവും. തിരിച്ചു വരെ 2 തേങ്ങ പൊതിക്കും, പെടുക്കാൻ പോവും. അത് കഴിഞ്ഞ് പിന്നെയും തിരിച്ചു വരെ 2 തേങ്ങ പൊതിക്കും, പിന്നെയും വെള്ളം കുടിക്കാനെന്ന് പറഞ്ഞു പോവും. ഈ വെള്ളം കുടിക്കാൻ പോണ എവിടെയെന്ന് അറിയാമോ? ബാലകൃഷ്ണന്റെ കടയിൽ മുകളിലത്തെ മറ്റേ ഒരു മഞ്ഞ കളർ വെള്ളം ഉണ്ടല്ലോ, എന്തൊരു റിങ്സ് എന്തോ പറയണേ, അത് തന്നെ. എന്താ പൊടി ഇലക്കി കൊടുക്കൂലേ വെള്ളം, ആ വെള്ളമാണ് ഈ ചെറുക്കൻ മൊത്തം കുടിച്ച് കയറ്റണത്. ഞാൻ പറഞ്ഞിടാ, അത് കുടിക്കല് വിഷമാണ് കലക്കി തരണേന്ന്. അതൊക്കെ നമ്മൾ അങ്ങനെയൊന്നും കുടിച്ച കാലമൊന്നും ഇല്ലല്ലേ. ഞങ്ങളെ മക്കളെ നീ വാ, നിനക്ക് താണ്ട കരിക്ക് വെട്ടി കുടിയെന്നും പറഞ്ഞ് ആരോഗ്യമെങ്കിലും കിടക്കട്ടെ എന്ന് പറഞ്ഞു. അതൊക്കെ നമ്മള് പണ്ട് കഞ്ഞി വെള്ളത്തിനകത്ത് 2 വറ്റിട്ട് ഉപ്പ് ഇട്ടാൽ കലക്കി കുടിക്ക് രാവിലെ. അതല്ലേ ഈ ഞാൻ ഇങ്ങനെ അതൊക്കെ ഇപ്പോഴത്തെ പിള്ളേർക്ക് പറഞ്ഞാൽ മനസ്സിലാവുമോ? ഈ ആ ചെറുക്കനെ കൊണ്ട് ഭയങ്കര ശല്യം തന്നെ. ഫോൺ അടിക്കണ ദൈവമേ. അയ്യോ ഈശ്വര, ഫോണാണോ? നീട്ടി വിളിച്ചൂടെ? വിളിച്ചത് എന്റെ ഇളയ മോൻ വാങ്ങിച്ചു തന്നത്. നമ്മൾ തറയെ വെക്കൂല, അതാണ് പൊതിഞ്ഞു വെച്ചിരിക്കുന്നത്. വെള്ളമൊക്കെ കൊണ്ടാലേ പെട്ടെന്ന് ചീത്തയായി പോകും, അതുകൊണ്ടാണ് വെച്ചിരിക്കുന്നത്. ഇന്ന് ഞാൻ ഗോൾ അടിച്ച് 3 കയറ്റി 3 നോക്കും. എടാ, നീ എന്റെ എതിർ ടീമാണെങ്കിൽ എന്നെ വെടിച്ച് നീ ഗോൾ അടിക്കണ്ടേ? നിനക്ക് വേറൊരു ഗോൾ അറിയാമോ? ബൈസൈക്കിൾ കിക്ക് എന്ന് പറയും. ഇങ്ങനെ അടിച്ചിട്ട് ഇങ്ങനെ ഒറ്റ അടി. നീ കഴിഞ്ഞ മാസം ഒരു ബൈസൈക്കിൾ കിക്ക് അടിച്ച് ഓർമ്മേണ്ട? അവസാനം നിന്റെ മുട്ടിന്റെ ചിരട്ട 8 പൊട്ടിയിട്ട് നിന്റെ സൈക്കിൾ ഓട്ടോയിലാണ് കൊണ്ടുപോയത്. അതുകൊണ്ട് ആ ഓട്ടോ മൊത്തം രക്തം വരുന്നത്. അതുകൊണ്ട് ദൈവം നിന്നെ കൊണ്ട് പറ്റണ വല്ല കാര്യം നീ ബൈക്ക് സൈക്കിൾ ഒന്നും അടിക്കാൻ പോവരുത്. ഓക്കെ ഓക്കെ. ആരുടെ ഇവിടെ തേങ്ങ അത്രയും കൂടെ കൊണ്ടിട്ടത്? എന്തിനാ തേങ്ങ കൊണ്ടിട്ട് കളിക്കുന്ന സ്ഥലമല്ലേ? പോവാടാ ഞാൻ തേങ്ങ. 4 മണിക്ക് കളിക്കാൻ വരുന്ന കറിഞ്ഞൂടെ? അയ്യോ, അതുകൊണ്ട് ഞാൻ എന്തറിയണം? അമ്മച്ചി, നമ്മള് 4 മണിക്ക് ഇവിടെ കളിക്കുമെന്ന് സ്ഥിരമായിട്ട്. നീ 4 മണിക്ക്? അയ്യോ, 4 മണിക്ക് യവന്മാർ ഇവിടെ കളിക്കാൻ വരും. അതുകൊണ്ട് നീ പൊതിച്ച് നീ വീട്ടിൽ ചെന്നിരിയേ എന്ന് പറയാം. മതിയാ? എന്താ നിങ്ങളെ സ്ഥലമൊന്നുമല്ലല്ലോ ഇത്. ഒരു തോമസ് സാറിന്റെ സ്ഥലം. തോമസ് സാറൊക്കെ അങ്ങ് ലണ്ടനിൽ ഇപ്പൊ എന്നെ ഏൽപ്പിച്ചിട്ടാണ് പോയിരിക്കണത്. അതുകൊണ്ട് ഇത് നോക്കാൻ എനിക്കറിയാം കേട്ടാ. അമ്മച്ചി ഇതെടുത്തോണ്ട് വീട്ടിൽ പോവാൻ പറ്റി, നമുക്ക് കളിക്കണോന്ന്. മക്കളെ, എനിക്ക് അങ്ങനെ എടുത്തോണ്ട്
പോവാൻ പറ്റില്ല. ഒരു ചെറുക്കനെ വിളിച്ചോണ്ട് വന്നാളെ രാവിലെ മുതൽ അവൻ മറ്റേ കുടിപ്പും പെടുപ്പുമായിട്ട് നടക്കുന്നു. ഞാൻ പിന്നെ എന്താ ചെയ്യേ? ഒരു കാര്യം ചെയ്യും, നിങ്ങൾക്ക് കളിക്കണമെങ്കിലേ നിങ്ങൾ രണ്ടുപേരും കൂടെ ദാണ്ട ഇത് തിരിത്തോലിച്ച് വീട്ടിൽ കൊണ്ടിട്ട് തരും. എന്തൊരു കഷ്ടമെന്ന് ആലോചിക്കുന്നു. വീട്ടിൽ തേങ്ങ ഒതിക്കാൻ പറഞ്ഞിട്ടാണ് കളിക്കാൻ. അപ്പൊ ഇവിടെ ഒന്ന് തേങ്ങ ഒതിക്കാനായിട്ട് നിങ്ങൾക്ക് വയ്യ എന്നതൊക്കെ പൊതിക്കാനായിട്ട്. മക്കളെ കാലി കിടച്ചാണ്ടി വയ്യാത്തടുത്ത് ഞാൻ എന്ത് ചെയ്യാനാടാ? കാലം കിടത്താണ്ടി വയ്യേ. നീ കേക്കണം, കഴിഞ്ഞ ആഴ്ച ഞാൻ നോക്കിയപ്പോഴേ പെൻഷൻ ഓഫീസർ ഫ്രണ്ടിൽ കിടന്ന് കറങ്ങണ വരും. എന്താണ് കിടന്ന് കറങ്ങിയത്? ആരോടെ പറയല്ലേ മക്കള്, ഞാനേ വിധവ പെൻഷൻ ഇത് അപേക്ഷിക്കാൻ വേണ്ടി പോയത് അവിടെ. അതിന് ഗോപിയപ്പ മരിച്ചിട്ടല്ല, കട്ടില് കിടക്കണല്ലേ ഉള്ളു. എടാ സർക്കാർ കാര്യമാണ്, നമ്മൾ ഇപ്പോഴേ അപേക്ഷിച്ചിടണോടാ. ഡോക്ടർ പറഞ്ഞിരിക്കണത് ഇന്നാ നാളെയാ അത് പറഞ്ഞു. അപ്പൊ നമ്മൾ ഇപ്പോഴേ അപേക്ഷിച്ചിട്ടാ 16 അടിയന്തരത്തിന്റെ അന്ന് ഇഡ്ഡലി സാമ്പാർ തിന്നിട്ട് നേരെ പോയി പെൻഷൻ വാങ്ങിക്കാം. കുഴപ്പം തന്നെ. അല്ല അമ്മച്ചി, ഞാനൊന്ന് ചോദിച്ചോട്ടാ, അഥവാ നിങ്ങൾക്ക് പെൻഷൻ അനുവദിച്ച് ഗോപിയപ്പ മരിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യും? കിണർ കിടക്കുകയല്ലേ? അല്ല കിണറിലൊന്നും ഞാൻ വെള്ളം കോരി കുടിച്ച് ജീവിക്കുമെന്ന് പറയണ കേട്ടാ തോന്നുന്നു ഇവർക്ക് ഒരു പൈസ ഇല്ലാത്ത പോലെ. നിങ്ങൾ എന്തിനാ വേണം? സർക്കാർ ഒരുപാട് ആനുകൂല്യം കൊടുത്തിരിക്കുകയാണ്. സൗജന്യ ബസ് യാത്ര, സൗജന്യ റേഷൻ, ഇതൊക്കെ നിങ്ങൾക്ക് കൊള്ളല്ലേ? എടാ റേഷൻ കാർഡൊക്കെ ഉണ്ട്. മെനിഞ്ഞാന്ന് മുതലാണ് റേഷൻ കിട്ടി തുടങ്ങിയത്. കൊള്ളം പറയണത്. അല്ല അതിന് മുന്നേ റേഷൻ കാർഡ് നിൽക്കില്ലായിരുന്ന? ഇവിടെ ഉണ്ടായിരുന്നു. നമ്മൾ എനിക്ക് 2 പിള്ളേരുണ്ടല്ലോ, അറിയാലോ, ആമ്പിള്ളേര്. ബിജു സജു ഇവന്മാരെയും എന്റെ റേഷൻ കാർഡിൽ കൂടെ തന്നെ പേരിട്ടിരിക്കുന്നത്. എടാ ഈ ബിജുവിന്റെ പെണ്ണിന്റെ പെണ്ടാട്ടിയുടെ പേരിന്റെ അവിടെ സജുവിന്റെ പെണ്ടാട്ടിയുടെ സജുവിന്റെ പെണ്ടാട്ടിയുടെ പേരിന്റെ അവിടെ ബിജുവിന്റെ പെണ്ടാട്ടിയുടെ പേര്. പിന്നെ എങ്ങനെ റേഷൻ തരൂ? എവര് പറഞ്ഞ എന്തൊക്കെ കുഴപ്പമുണ്ട്. ഇത് പോയി മാറ്റിയേ പോരെ? ഞാൻ മാറ്റണ ഓഫീസിൽ പോയി അങ്ങ് കൊറേ നടന്ന് എല്ലാ ദിവസവും പോകൂടാ. കയറി ഇറങ്ങി ഒന്നും നടന്നില്ല. പിന്നെ അവന്മാരല്ലേ മാറ്റിയെടുത്തത്. പേര് മാറ്റിയതല്ല, പെണ്ടാട്ടികളെ മാറ്റിയെടുത്തു. അപ്പൊ പിന്നെ പ്രശ്നമില്ലല്ലോ. അങ്ങനെ നടത്തിയത്. നിങ്ങൾ മാറിയണം, നമ്മളെത്തി കളിക്കട്ടെ. അങ്ങോട്ട് നോക്കിയാൽ ഒരുപാട് സംഭവങ്ങളൊക്കെ ഇവിടെ ഞാൻ ചോദിക്കണമെന്ന് വിചാരിച്ചടാ. ഇതൊക്കെ ആര്? ഇതാണ് നെയ്മർ. ബ്രസീൽ. ഞങ്ങൾ ബ്രസീൽ ഫാൻസ് വെച്ചാണ് നെയ്മർ. ഇത്തവണ നെയ്മർ കപ്പ് കൊണ്ടുപോകും. അമ്മച്ചി, നമ്മൾ അർജന്റീന ഫാൻസിന്റെ കണ്ട ഫുട്ബോളിന്റെ മിസിക Messi drifting inside, looking for space. ഇത് ഇവന്മാര് വെച്ചാണ്. ഇവന്മാര് പോർച്ചുഗലിന്റെ ആരാധകന്മാരാണ്. ഇതാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ. Ronaldo. ഈ റൊണാൾഡോ ക്രിസ്ത്യാനിയാടാ? അല്ല, പഞ്ചാബി. പഞ്ചാബിയാ? പഞ്ചാബികൾക്ക് തല കെട്ടില്ല. തുണി ഉണക്കാട്ടായിട്ട് ഉണക്കിട്ട് എടുത്തോണ്ട് തലേ നല്ല കളർ കേട്ടോ. ഗോതമ്പ് തിന്നണോണ്ടാണ് ഇങ്ങനെ ആരോഗ്യവും നല്ല കളർ കേട്ടാ. അമ്മച്ചി ഒരു കാര്യം തന്നെ, ഗോതമ്പ് കുറുക്കി തിന്നാ നിങ്ങൾക്കും കളറും ഒക്കെ വരും. റേഷൻ കാർഡിൽ ഇത് കിട്ടും. ഗോതമ്പ് ഫ്രീ ആയിട്ട്. കഷ്ടം ആലോചിക്കണം. പൊതിച്ചാടാ കളിക്കല്ലേ? കളിയിൽ തേങ്ങ പതിക്കണ്ടേ? നമ്മൾ മാത്രല്ല, മറ്റല്ല അങ്ങേരും നല്ല ബാഗ് കളിക്കാൻ പറ്റില്ല. എടാ ചോദിക്കാൻ മറന്നുപോയി. അവൻ എവിടാ കമ്പട് കളി കളിക്കുന്നവൻ? ഫുട്ബോൾ അറിഞ്ഞുകൂടാ, അങ്ങനെ ക്രിക്കറ്റ് മാത്രമേ അങ്ങനെ അറിയാവൂ. അതും അറിഞ്ഞൂടാ അവന്. ആര് പറഞ്ഞു? എടാ ഞാൻ ഇവിടെ ഇരുന്ന് കളി കാണണല്ലേ. ആ ചെറുക്കൻ അതൊന്നും അറിഞ്ഞൂടെന്ന് കളിക്കാനൊന്നും. പിന്നെ അവ ഇവിടെ വരുമ്പോ എനിക്കൊരു ഉപകാരമുണ്ട്. എന്തൊരു ഉപകാരം? അവ ഇവിടെ വന്ന് ബാറ്റ് കൈകൊണ്ട് എടുക്കുമ്പോ ഞാൻ തുണി നനച്ചങ്ങ് വിരിച്ചിടും. അവന്റെ ബാറ്റിന്റെ വീശിൽ എന്റെ തുണി മൊത്തം അങ്ങ് അത്രയും വീശോ കാറ്റ്? വീശുവെന്നാ എന്റെ വീട് പറന്നു പോവാത്തത് ഭാഗ്യം. ഇപ്പൊ മൂത്ത മോളെ വീട്ടിൽ പോയതേക്കാണ്. എന്താണ് കല്യാണം കഴിച്ചല്ലേ കൊച്ചിനാ? ആ കൊച്ചിന്റെ മോക്ക് ഇപ്പൊ കോച്ചിങ് കൊടുക്കണം. മോന് ആ ചെറുക്കൻ ബാറ്റ് പിടിക്കണേന്നു ഇങ്ങനെ തല്ലിക്കൊല്ലും. എനിക്കറിഞ്ഞൂടെ ഈ ചെറുക്കൻ ജോലിക്കും കൂലിക്കും പോവാതെ. എവന്റെ തന്നേ ഞാൻ പറഞ്ഞു, എടാ നിന്റെ അച്ഛന്റെ കൂടെ പോത്തിനെ കെട്ടാൻ പോടാന്ന് ഞാൻ പറഞ്ഞു. ഈ പിള്ള കാള കളിച്ചോണ്ട് നടക്കരുത്. ആര് പറഞ്ഞാ കേൾക്കണം? അവന്റെ പെണ്ടാട്ടി എങ്ങനെ പിണങ്ങി പെയ്യത്? എങ്ങനെ? എടാ ജോലിക്കും കൂലിക്കും പോവാതിരുന്ന പിന്നെ പെണ്ണുങ്ങൾ വീട്ടിൽ ഇരിക്കുവോ? അങ്ങനെയാണ് പിണങ്ങി പെയ്യത്. എന്നാലും അവൻ ഇപ്പോഴും കളി തന്നെ. കുട്ടാണ് പറഞ്ഞു കേട്ടാ. Hi, pros. നമുക്ക് കളി കളിച്ചാലോ? ഒരു കളി നമുക്ക് കളിച്ചാലോ? ക്രിക്കറ്റ് ഇല്ല, ഫുട്ബോൾ ആണ്. ഇപ്പൊ നമ്മള് വേൾഡ് കപ്പ് തുടങ്ങി. ഞങ്ങൾ ഫുട്ബോൾ മാത്രമേ കളിക്കൂ. കളി കളിക്കാൻ സിക്സ് അടിക്കുന്ന എനിക്ക്. IPL കഴിഞ്ഞ് ഫുട്ബോൾ തുടങ്ങി. നമ്മള് ഫുട്ബോൾ ആണ് ഇപ്പം. ഫുട്ബോൾ ക്രിക്കറ്റ് ഒന്നും ഇല്ല. ഫുട്ബോൾ കളിക്കാം. വേണ്ട, അങ്ങോട്ടോ കണ്ട അങ്ങോട്ടോ. നെയ്മർ മെസ്സി അർജന്റീന. മെസ്സി കണ്ടാ? മെസ്സി കർണാടക. എന്ത് ഭാഗ്യമല്ലേ മെസ്സി. പുള്ളിക്ക് മാസം കോട്ട കിട്ടൂലേ? കോട്ട പട്ടാളക്കാർക്കല്ലേ? പുള്ളി പട്ടാളക്കാരനല്ലേ? പട്ടാളക്കാരനാ? കേണൽ മെസ്സി കേട്ടല്ലേ? ഫുട്ബോൾ ഒരു മാങ്ങിയ
അറിഞ്ഞൂടാ ലയണൽ മെസ്സിയാ ലയണൽ മെസ്സി ഫുട്ബോളൊക്കെ എനിക്ക് അറിയാതെ ഞാനൊക്കെ ഒരുപാട് കളിച്ചാണ് ഫുട്ബോൾ എത്ര രാജ്യങ്ങൾക്ക് ക്ലബ്ബുകൾ ഞാൻ കളിച്ചാന്ന് പറയും അങ്ങനെ ഒരു ഇത് പറയരുത് ഈ ഫുട്ബോൾ എന്ന് പറഞ്ഞാലേ നെറുകെട്ട കളിയാണ് എവിടെ നെറുകെട്ട കളി സൂപ്പർ കളിയാണ് ഫുട്ബോൾ സൂപ്പർ നെറുകെട്ട കളി കളിയാണ് എടാ ഒരു പയ്യൻ ബോൾ പിടിക്കാൻ വേണ്ടി നിൽക്കുമ്പോ കുറെ ചെറുപ്പക്കാർ തട്ടി കൊണ്ടുപോയി അവന്റെ കൈ കൊടുക്കാതെ നേരെ നെറ്റിലേക്ക് അടിച്ചിട്ടു പൂക്കെടുത്തല്ലേ കാണിക്കുന്നത് അല്ല അങ്ങനെ അടിച്ചാൽ അത് ഗോളാവുള്ളൂ അത് ശരിയല്ല അതാ ഞാൻ അങ്ങനെ മനസ്സിലായില്ലടാ കണക്ക് മനസ്സിലായി ഇയാൾക്ക് ഫുട്ബോൾ എന്ന് പറഞ്ഞ ഒരു വകയെ അറിഞ്ഞു ഫുട്ബോൾ അറിയില്ല നീ എന്താ നിങ്ങൾക്ക് ഒന്നും അറിഞ്ഞില്ല. നിങ്ങൾ ഇന്ന് ഇന്ന് ആരായിട്ടുള്ള കളി ഇന്നാ ഇന്ന് ആരായിട്ട് കളി ഇന്ന് സ്പെയിന്റെ കളിയാണ് സ്പെയിൻ ഛോ, സ്പെയിൻ എന്ന് പറഞ്ഞ അടിപൊളി കളിയാണ് അടിപൊളി കളി സ്പെയിൻ എന്ന് പറഞ്ഞാൽ തട്ടി നേരെ കയറ്റിട്ട് ഒറ്റയടി ഹെഡ് ചെയ്ത് ഞെട്ടിപ്പോ സ്പെയിൻ എന്ന് പറഞ്ഞ സൂപ്പർ കളിയാ ഈ സ്പെയിൻ ഏത് രാജ്യത്തിന് വേണ്ടി കളിക്കുന്നത് ഇന്തോനേഷ്യ കളിയാക്കണ്ട നീ എന്നെ കളിയാക്കണ്ട ഒരാൾക്ക് രണ്ട് രാജ്യത്ത് കളിക്കാൻ പറ്റില്ല ഒന്നല്ലെങ്കിൽ ഇന്ത്യ അല്ലെങ്കിൽ ഏഷ്യ അങ്ങനെ നീ എന്നെ കളിയാക്കുന്നില്ല ഞാൻ തല തല്ലി ചാവും ഞാൻ. ഇയാൾക്ക് ഒന്നും അറിയില്ല. നിങ്ങൾക്ക് ഒരു കാര്യം അറിയാമോ ധൈര്യം ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഫുട്ബോൾ കളി അത് തന്നെ ഞാൻ കളിക്കാം കളി ഞാൻ കളിക്കാം ഫുട്ബോൾ കളിക്കാം നിങ്ങൾ ഭയങ്കര കളി എന്നല്ലേ പറഞ്ഞു കളിച്ചു കളിക്കാം കളി കളി ഞാനാണ് ബോളി ഞാനാണ് ബോളി ബോളി അപ്പൊ ഞാൻ പായസോ നിങ്ങൾ ബോളി എന്ന് പറയുമ്പോ ഞാന് ബോളി കളിച്ചു കളിക്കണം നിങ്ങൾ ഗോളി ആവണ്ട നിങ്ങൾ ഇവിടെ കളിച്ചാൽ മതി കേട്ടാ കളിച്ചാൽ മതി കേട്ടാ ഞാൻ ഇവനും ഒരു ടീമാണേ ഞാനും ഉമ്മാരും ഒരു ടീം നിങ്ങൾ മൂന്ന് പേരും ഓക്കെ റെഡി കളിയ പാസ് ചെയ്തു ആ റഫീം അയാളിന്ന് എന്താ ക്രിക്കറ്റിലാണ് ഔട്ട് ഇതിൽ ഔട്ടില്ല അല്ല അപ്പുറത്തെ ഔട്ടാണത് അറിയാൻ പാടില്ല നിനക്ക് കളി നീ എന്താ അങ്ങോട്ട് കളി പഠിച്ചിട്ട് വാടാ, കളി പഠിച്ചിട്ട്. പട്ടയിലൊന്നും അടിച്ചിടലടാ. എന്തൊരു കഷ്ടം നോക്കിയാണ് മിക്കാറും അപ്പന് വിധവ പെൻഷൻ മേടിക്കേണ്ടി വരും ഞാൻ കറക്റ്റ് എറിഞ്ഞു തരാം അത് മര്യാദക്ക് കളിക്കാൻ പറയാൻ പാടില്ല അത് ത്രോ നീ എടുത്ത് എറി ഞാൻ എടുത്ത് എറിയാന്ന് പറഞ്ഞില്ല പിന്നെ എന്തിനാ ആ ഓർമ്മകൾ പോയി മറഞ്ഞു എന്റെ പുത്തന്റെ പാട്ടുകൾ നിന്നു. ആ രാത്രി പേരറിയാത്ത തകർത്തു അകത്തു വന്നേ കണ്ണടച്ചുറങ്ങുമൻകുട്ടനെ കൊല്ല വിളിച്ചെന്റെ ദൈവേ കണ്ണടച്ചുറങ്ങുമൻകുട്ടനെ കൊന്നു കൊല്ല വിളിച്ചെന്റെ ദൈവേ എവിടെ പോടാ? എവിടെ പോടാ നീ? ഇവിടെ വാടാ. നീ ഇപ്പം എടുത്തെറിഞ്ഞോടോ എന്തോടോ അനങ്ങണില്ലടോ അവൻ. ഞാൻ ഒന്നും ചെയ്തില്ല ഞാൻ അത് മാറിപ്പോയതാണ് ഞാനല്ലേ ആരെങ്കിലും അറിഞ്ഞ എന്താ ഇവിടെ വിളിച്ചോക്കടാ. ഡേയ് ഡേയ് ഞാൻ ഒരു കാര്യം പറയട്ടെ ഞാൻ ഒരുപാട് വലിച്ചൊന്നും അല്ല അറിഞ്ഞ അവിടെ കിടന്നെയാണ് ഇവിടെ നോക്കിയാണ് ഞാൻ പറഞ്ഞുതരാം ഇതിങ്ങനെ ഇവിടെ കിടന്നു അപ്പൊ ഞാൻ എന്ത് ചെയ്ത് അവിടെ ഇങ്ങനെ കിടന്നു നീ അടിച്ച് ഞാൻ ഇത് എടുത്ത് ഇതിങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ജസ്റ്റ് ഓങ്ങിയതേ ഉള്ളൂ എന്നിട്ട് പയ്യാണ് എറിഞ്ഞത് ആ ഓർമ്മകൾ പോയി മറഞ്ഞു എന്റെ പുത്തന്റെ പാട്ടുകൾ നിന്നു ആ രാത്രി പേരറിയാത്തോർ ചെറ്റ തകർത്തു അകത്തു വന്നേ കണ്ണടച്ചുറങ്ങുമൻകുട്ടനെ വിളിയടാ എടാ വിളിയവനെ കുട്ടേണ കുട്ടാ കുട്ടാ എണീലടാ കുട്ടേണ കുട്ടേണ എണിയണ്ണ എണിയണ്ണ കുട്ടേണ എണിയണ്ണ പരിയണ്ണ കുട്ടാ പിന്നെയാണെങ്കിലേ അറിയാതെ ഇങ്ങനെ ഞാനല്ല ഇനി നീ ഇവൻ കുട്ടിക്കളി കളിച്ച് നടക്കാതെ പണിക്ക് പോണം പണിക്ക് കേട്ടടാ പണിക്ക് പോയി കുടുംബം നോക്കണം കുടുംബം ഞാന് പോത്തിനെ നോക്കാൻ പോണം പണിക്ക് പോണം തിരിച്ചു വരുമ്പോ നിന്നെയൊക്കെ ഇവിടെ കണ്ട നിന്റെ മുട്ടുകാലം തല്ലി ഓടിക്കും എന്നാലും പോയി മറഞ്ഞു അച്ഛൻ പോയി മറഞ്ഞു അല്ല ഇന്നലെ വരെ ജോലിക്കും കൂലിക്കും പോകില്ലെന്ന് പറഞ്ഞിട്ടേ പുള്ളി പോത്തിനെ അഴിക്കാൻ പോയെന്ന് എടാ ഈ എറി നീ നേരത്തെ എറിഞ്ഞിരുന്നെങ്കിൽ ആ കുടുംബം ഇങ്ങനെ നശിച്ചു പോകൂലായിരുന്നടാ നീ. ഞാൻ ഒരു കാര്യം പറയാം. എന്തിനമ്മച്ചി എന്നാ, ഇത് പിടി, നീ ഇത് പിടി. നീ അവന്റെ തലയിൽ എറിയണം, നീ ഇവന്റെ തലയിൽ എറിയണം. അങ്ങനെയെങ്കിലും നീയൊക്കെ ഒന്ന് ജോലിക്ക് പോടാ, കാള കളിച്ച് നടക്കാതെ. എന്നാലും ഞാൻ ആലോചിക്കണതല്ല, ഈ കള്ളറ് വെള്ളം കുടിക്കാൻ പോയ ഈ ചെറുക്ക ഇത് ഇവിടെ ചെന്ന് കിടക്കുന്നതാണ്. എടാ കുമാരേ,
കുമാരേ Cutie the Hand Wash Presents Comedy Masters, co-presented by Willy White Toothpaste, powered by Amrithveni Lice Kit, co-powered by Rajakumari Group. പറയേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു ചേച്ചി. ഇനി അവര് പറയട്ടെ. ഞങ്ങള് ആണുങ്ങളുടെ സൈഡിൽ നിന്ന് ഒരു കിടിലം പരിപാടി വരാൻ പോകുന്നുണ്ട്. എന്താണാവോ? അതായത് നേരത്തെ എപ്പോഴും നിങ്ങൾ പറയേണ്ടായി നിങ്ങൾ തോക്കെടുത്ത് ഇങ്ങോട്ട് വെടിവെച്ചപ്പോ നമ്മളെങ്ങാണ്ട് ഓലപ്പടക്കം എടുത്ത പക്ഷെ ഓലപ്പടക്കമല്ല, നിങ്ങൾക്ക് വേണ്ടത് പന്നിപ്പടക്കമാണ്. പറഞ്ഞു പടക്കോളൂ. IPL ഒരു വണ്ടർ കിറ്റ് ഉണ്ട്, വൈഭവ് സൂര്യവംശി. കോമഡി മാസ്റ്റേഴ്സിന് ഒരു വണ്ടർ കിറ്റ് ഉണ്ട്, നമ്മുടെ കോമഡി മാസ്റ്റേഴ്സിന്റെ വൈഭവ് സൂര്യവംശി. എടാ, അയൽക്കൂട്ടത്തിൽ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നിടത്ത് IPL പറഞ്ഞ് എന്തേലും മനസ്സിലാവാൻ ഈ ഡയറക്റ്റ് പേര് പറഞ്ഞു ഓർഡർ. എന്താ നമ്മുടെ വണ്ടർ കിറ്റ്? അതായത് ഇവിടെ ഉള്ള വലിയ ചേട്ടന്മാരെ വരെ കോമഡി പറഞ്ഞ് വിറപ്പിക്കുന്ന നമ്മുടെ വണ്ടർ കിറ്റ് തനയും കൂടെ നമ്മുടെ പുതിയ വണ്ടർ കിറ്റ് തൻവികയും. അപ്പൊ എന്തായാലും ചേച്ചി തനിക്കും തൻവികയ്ക്കും വേണ്ടി ആ ബാറ്ററി ഓൺ ചെയ്ത് കൊടുക്കാവോ? ബാറ്ററി ഇങ്ങനെ റെഡി എപ്പോ ഇരിക്കുന്നു? പിള്ളേര് റെഡിയാ, വാ കാണാം. ശ്വേത ചേച്ചി, നമ്മൾ ഈ പെണ്ണുങ്ങൾക്ക് വീട്ടിൽ എന്തെല്ലാം ജോലിയുണ്ട്. അയ്യോ, എലീന ചേച്ചി ചേച്ചിയുടെ കാര്യമല്ല പറഞ്ഞേ, ഞങ്ങളെ കാര്യ. എന്നോട് എന്റെ ഭർത്താവ് പറയും ഞാൻ ഈ വീട്ടിലൊന്നും ചെയ്യണില്ലെന്ന്. രാവിലെ കോഴി കൂമ്പ ഞാൻ എണീക്കും. എന്തിനാണെന്നറിയോ? ഞാൻ മൊബൈലെടുത്ത് റീല് ചെയ്യും. കാണണ്ടേ എല്ലാവർക്കും എന്റെ റീല്? ഈശ്വരാ, ഈ റീലിനൊരു ചുവമില്ലെന്ന് അടിക്കണേ. ശ്വേത ചേച്ചി, ആഹാരം കഴിക്കാതെ വേണേ ഞാൻ ഒരു ദിവസം പിടിച്ചു നിൽക്കാം, പക്ഷെ റീല് ചെയ്യാതെ പിടിച്ചു നിൽക്കാൻ പറ്റൂല. അയ്യോ, സമയം പോയത് അറിഞ്ഞില്ല. എന്റെ മോന് സ്കൂളിൽ വിട്ട് വരാനുള്ള ടൈമായി. പൈതൽ പോലെ തോളുമേലെ തൂക്കിപ്പോയിടുന്നു. ഇതെന്താ യൂണിഫോം ഇട്ട ബാഹുബലിയോ? ബാഹുബലി അല്ല, ബാഗ് വലി. അമ്മ, എനിക്ക് ഇന്ന് തൊട്ട് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പഠിക്കാൻ പോവണ്ടമ്മ. അങ്ങനെ പറയല്ല മക്കളെ, ഇംഗ്ലീഷ് മീഡിയം പഠിച്ചിട്ട് വേണോ ഒരു സർക്കാർ ജോലി വാങ്ങാൻ. ആഹാ, അതുള്ളല്ലോ. അപ്പൊ പഠിക്കേണ്ടത് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ, ജോലി മേടിക്കേണ്ട സർക്കാരിന്റെ. ഒരു ജോലി കിട്ടി. പഠിക്കാൻ പോയ നിനക്ക് ജോലിയോ? ഞാൻ ഈ ബാഗും തൂക്കിക്കൊണ്ട് വന്നവരി അവിടെ നിന്ന് റോഡിങ്ങാര് പറയുക, ദാ നീ നമ്മളെക്കാൾ വെയിറ്റ് വെക്കുന്നുണ്ടല്ലോ, നാളെ തൊട്ട് നീ നമ്മുടെ കൂടെ കൂടിക്കോളാം. മക്കളെ, പുതിയ സ്കൂൾ എങ്ങനെ? പുതിയ സ്കൂളൊന്നും അല്ലമ്മ, നേരത്തെ വച്ച അതേ സ്കൂള് തന്നെ. അതല്ലടാ, നിന്റെ പുതിയ ക്ലാസ് എങ്ങനെയെന്ന്. ആ, പുതിയതായിട്ട് വന്ന എലീനക്കുട്ടി, ശ്രീജക്കുട്ടിയൊക്കെ കൊള്ളാം. എന്റെ മോനാണെന്ന് ഇപ്പഴാ മനസ്സിലായത്. നീ നിന്റെ അച്ഛന്റെ മോൻ തന്നെ. പെൺപിള്ളാരെ കാണുമ്പോ വേണോട്ട് ഇളക്കം. ആമ്പിള്ളാരായ ഇങ്ങനെ ഉണ്ടാവോ? എന്താടാ ഇന്നത്തെ വഴക്കറിഞ്ഞിട്ട് നീ മിണ്ടാക്കുന്നത്? അതമ്മ, ഇടിയും മിന്നലും ഉള്ളപ്പോ മെൻസ് ടോക്ക് ചെയ്തിടാനാ നല്ലതല്ലേ. ഇവനെ കൊണ്ട് ഞാൻ തോച്ച്. അമ്മ, അച്ഛൻ 5 വർഷമായിട്ട് ഗൾഫിൽ നാട്ടിലോട്ട് വരാത്ത എന്താണെന്ന് അറിയോ അമ്മക്ക്? എന്താടാ? ഇത് തന്നെയാ കാരണം. അമ്മ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഇനി ആ സ്കൂളിൽ പഠിക്കാൻ പോണില്ല അമ്മ. അതെന്താടാ? എന്റെ ബെസ്റ്റി ആ സ്കൂളിൽ നിന്ന് വേറെ സ്കൂളിലോട്ട് മാറിപ്പോയി. ബെസ്റ്റ് അതെന്തുവാടാ? ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ അറിഞ്ഞൂടെ? ഇതെന്തൊരു തള്ള വൈബ്. ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ ലവറിന്റെ ഫ്രണ്ടിന്റെ ഇടയിലുള്ള ആള് എന്റെ ബെസ്റ്റി. ഓ, ഇപ്പത്തെ പിള്ളേര് ഒരു കാര്യം. അവൾ എന്റെ വാട്സാപ്പിൽ ഒരു മെസ്സേജ് അയച്ചമ്മ, ഐ റിയലി മിസ് യു ഡാന്ന്. എന്റെ ചങ്കില ആ 2 ബ്ലൂട്ടിക്ക് വീണത്. നീ പഠിക്കുന്നതേ ഇവിടുത്തെ ഏറ്റവും വലിയ സ്കൂളിലാ. ഓ, ഒരു സ്കൂള് അവിടെ ഫുൾ ഇംഗ്ലീഷിലാണമ്മ. ആകപ്പാടെ ഒരു മലയാളം പറയണത്, അവിടെ ഉണ്ണിക്കുട്ട ഈ മാസത്തെ ഫീസ് കൊണ്ടുവരണേന്ന്. മാത്രമല്ലമ്മേ, രാവിലത്തെ പ്രാർത്ഥന
ചൊല്ലണത് വരെ അവർ ഇംഗ്ലീഷിൽ പ്രാർത്ഥിക്കുന്നത് നല്ലതല്ലേ? ഇവിടെ മലയാളത്തിൽ പ്രാർത്ഥിച്ചിട്ട് വരെ ദൈവത്തിന് മനസ്സിലാവും. ഇംഗ്ലീഷ് പ്രാർത്ഥിച്ച വേറെ എന്തെങ്കിലും ആണെന്ന് വിചാരിച്ചാലോ? എടാ, ടീച്ചർ എന്നോട് വേറെ ഒന്നും പറഞ്ഞില്ലേ? ടീച്ചർ പറഞ്ഞു എനിക്ക് ശുഷ്കാന്തി ഇല്ലെന്ന്. അയ്യോ, അപ്പൊ നീ എന്ത് പറഞ്ഞു? ഞാൻ പറഞ്ഞു രാവിലെ കുളിച്ചോണ്ടിരുന്നപ്പോ ഉണ്ടായിരുന്ന ടീച്ചറേന്ന്. വർണ്ണത്തിന്റെ മുമ്പിലുള്ള ശുഷ്കാന്തി. എടാ, നിനക്ക് ഉന്മേഷില്ലേന്നാ ചോദിച്ചത്. ടീച്ചർ വേറൊന്നും പഠിപ്പിച്ചില്ലേ? ടീച്ചർ അവിടെ എന്തൊക്കെയോ പഠിപ്പിച്ചു, പക്ഷെ ഞാനൊന്നും കേട്ടില്ല. അതെന്താ നീ കേൾക്കാത്തത്? എനിക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഒന്നും പഠിപ്പിച്ചില്ലെന്നേ. നിനക്ക് എന്താടാ അതിന് ഇൻട്രസ്റ്റ്? ഫോണിലുള്ള ഫ്രീ ഫയർ ഗെയിം. പിന്നെ കുട്ടികളുടെ ഇഷ്ടം അനുസരിച്ച് പഠിപ്പിക്കുന്നതല്ലേ ടീച്ചറിന്റെ കടമ. ടീച്ചറാ, ഇവനെ പഠിപ്പിക്കാൻ വിടുന്നത് വെറുതെ ആവോ? അങ്ങനെ കളിയാക്കല്ലേ. ഞാനിന്ന് ക്ലാസ്സിൽ നിന്ന് സ്കോർ ചെയ്ത്. എന്റെ മോന് സ്കോർ ചെയ്തോ? മിടുക്കൻ. എങ്ങനാ ചെയ്തേ? ഞാനിന്ന് 1-ന്ന് 2 പോയി, 2-ന്ന് ജമ്പ് ചെയ്ത് 99 പോയി. എന്നിട്ട് എന്നെ തന്നാ 99-ന്ന് ഒരു പാമ്പ് വിരിങ്ങ നേരം അപ്പന്റെ പോലെ നേടി പാമ്പ് കളിക്കായിരുന്നല്ലേ? എടാ, ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. 9 എത്രയാതാ? 99. 99 9 18. 18 ഒരു 9 ഒന്ന് കാണിച്ചു അമ്മ. എടാ, നമ്മളെ കേരളത്തിന്റെ ദേശപക്ഷി ഏതാടാ? വേട്ടാവളിയൻ. അല്ലല്ല, വേരാമ്പലി. 1947 എന്താ സംഭവിച്ചത് നിനക്കറിയോ? അതിന് ഞാനപ്പ ജനിച്ചിട്ടില്ലല്ലോ, പിന്നെന്താ ഞാൻ അറിയണം? എടാ, അന്നാണ് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്. അപ്പൊ ഈ കാര്യം നമ്മൾ അച്ഛൻ അറിഞ്ഞില്ലേ അമ്മ? അച്ഛൻ ഗൾഫിൽ തന്നെ വോട്ട് കയറി വന്നില്ല. ഈ പ്രപഞ്ചത്തിലെ പോരാളി ആരാന്ന് നിനക്കറിയോ? പ്രപഞ്ചത്തിലെ പോരാളി ആരാന്ന് എനിക്കറിയത്തില്ല, പക്ഷെ ഈ വീട്ടിലെ വരക്കാളി അമ്മയാണ്. അമ്മ, എനിക്ക് നാളെ തൊട്ട് ആ ബനാന റൈസ് വേണ്ട. ബനാന റൈസോ? ആ, ബനാന റൈസ് പരങ്കന്നി. ഞാനിപ്പോ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലല്ലേ പഠിക്കണം, അപ്പൊ അത് ഇംഗ്ലീഷ് ഇരിക്കട്ടോ. ആ, അതേപോലെ തന്നെ കോക്കനട്ട് ഡസ്റ്റിന് ഇച്ചിരി ഉപ്പ് കൂടുതലായിരുന്നു. കോക്കനട്ട് ഡസ്റ്റോ? ചമ്മന്തിപ്പൊടി. പിന്നെ അമ്മേനെ ടീച്ചർ തിരക്കായിരുന്നു. ഷോ, എന്നെ തിരക്കിയോ? എന്തുവാടാ തിരക്ക്? ഞാൻ ക്ലാസ്സിൽ കയറി 4 ടീച്ചർ പറയും നിന്റെ അമ്മ ഇങ്ങനെയാണാ പഠിപ്പിച്ച് വിട്ടേക്കണത്. ഞാൻ ക്ലാസ്സിൽ ഓടുമ്പോ ടീച്ചർ പറയും നിന്റെ അമ്മ ഇങ്ങനെയാണാ പഠിപ്പിച്ച് വിട്ടേക്കണത്. എടാ, നീ ഇവിടുന്ന് നല്ലോണം പഠിച്ച് ബാംഗ്ലൂരിൽ പോയി പഠിച്ചു വന്ന നിന്റെ കല്യാണ. എന്നാ അത് ഞാൻ ബാംഗ്ലൂരിൽ പോയി പഠിക്കട്ടെ അമ്മ? എന്റെ മോൻ ബാംഗ്ലൂരിൽ പോയി പഠിക്കണ്ട, ആദ്യം ഇവിടെ ഒന്ന് ഊരി പഠിച്ചാ മതി. അമ്മ, ഞാൻ ഇവിടെ എത്ര പഠിച്ചാലും എനിക്ക് വിദ്യ വരും തോന്നുന്നില്ലമ്മ. മക്കളെ, നല്ലോണം പഠിച്ച വിദ്യയും വരും, അറിവും വരും. ഓ അമ്മ, ആ വിദ്യ അല്ല, എന്നെ സ്കൂൾ മാറിപ്പോയ വിദ്യ. കാലത്തെ വിദ്യാഭ്യാസം ഉണ്ടെങ്കിലേ ജീവിതമുള്ളൂ. ഓ അങ്ങനെ അല്ലമ്മ, പിന്നെ ജീവൻ ഉണ്ടെങ്കിലേ ജീവിതം ഉള്ളൂ. എടാ, നീ പെട്ടെന്ന് ആഹാരം കഴിച്ച് ട്യൂഷന് പോവാൻ നോക്ക്. ഇത്രയും വലിയ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പഠിച്ചിട്ട് ഞാൻ എന്തിനാ ട്യൂഷന് പോണ്? ഇത്രയും വലിയ കാശ് മുടക്കി ഇത്രയും വലിയ സ്കൂളിൽ നിന്നെ പഠിപ്പിക്കുന്നത് എന്തിനാണെന്നറിയോ? എന്തിനാ? ഈ അമ്മയ്ക്ക് 10 പേരുടെ മുന്നിൽ പത്രാസ് കാണിക്കാൻ. അപ്പൊ ഞാൻ ട്യൂഷന് പോണതോ? നിനക്ക് നാലക്ഷരം പഠിക്കാൻ. അമ്മ, ട്യൂഷന് പോടാ. നമ്മുടെ ബോയ്സ് ടീമിന്റെ ശുക്ടുമണികളായതുകൊണ്ട് പറയില്ല കേട്ടോ. ഓരോ കൗണ്ടറും പ്രോപ്പർലി എക്സിക്യൂട്ട് ചെയ്ത് തുടക്കം തൊട്ട് എൻഡ് വരെ ഒരു പരിധിക്ക് പോലും മറ്റേ പവർ കുറയാതെ കറക്റ്റ് ആയിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. തന്നെ ഇപ്പൊ ചേച്ചി സുഖമായിട്ട് തിരിച്ചു വരൂലേ? അപ്പൊ ചേച്ചിയുടെ കൂടെ സ്കിറ്റ് കളിക്കോ, മോളുടെ കൂടെ സ്കിറ്റ് കളിക്കോ? അപ്പൊ എനിക്ക് അവന്റെ അടുത്ത് ഒരു കാര്യം കൂടെ ചോദിക്കാം. ഐ റിയലി മിസ് യൂടാ, ആ ബ്ലൂടിക്ക് നിന്റെ നെഞ്ചത്താവുന്ന അടിച്ചെന്ന് പറഞ്ഞില്ലേ? അങ്ങനെ ആരെങ്കിലും ഇതുപോലെ ബെസ്റ്റ് തിരക്കുണ്ടോ സ്കൂളില്? ഇവനിത് അഭിനയിച്ച് കളിക്കാ. ബെസ്റ്റി ഉണ്ട്, സത്യം പറ. പേരെന്താ ബെസ്റ്റിയുടെ? നമ്മളെ വിറ്റ കാശ് പകലിട്ട് തുടങ്ങി. തന്നെ ഒരു കാര്യം ചോദിക്കട്ടെ, ഐറ വരികയാണ്, തൻവികയും വരികയാണ് കൂടെ ആക്ട് ചെയ്യാനായിട്ട്, ആരെ സെലക്ട് ചെയ്യും? ഒരു കാര്യം ചോദിക്കട്ടെ, ഈ ഐറ ഇപ്പം മോന്റെ സ്കൂളിൽ തന്നെയാണോ വേറെ സ്കൂളിൽ മാറിപ്പോയോ? വേറെ ക്ലാസ്സില്. സ്കൂളിലുണ്ട്. അപ്പൊ ഡെയിലി കാണാനൊക്കെ പറ്റും അല്ലേ? എടാ, അപ്പൊ ഒരു കാര്യം ചോദിച്ചോട്ടെ, വേറെ ക്ലാസ് പഠിക്കുന്ന ഐറ നീ എങ്ങനെ ഫ്രണ്ട്സ് ആയി? നിന്റെ ക്ലാസ്സിലല്ലോ.
അപ്പൊ നിങ്ങൾ എങ്ങനെ കൂട്ടായി? അത് ഞാൻ LKG പഠിച്ചപ്പോ ഐറ ഉണ്ടായിരുന്നു. ഐറ വേറെ ക്ലാസ്സിലായ? വേറെ ക്ലാസ്സിൽ പോയി. അല്ല, അപ്പനും എന്റെ കൂടെ 1ാം ക്ലാസ്സിലായപ്പോ തൊട്ടില്ല. ഭയങ്കര മോശമാണ്. എടാ മോന് വിഷമമായ അപ്പൊ വേറെ ക്ലാസ്സിലോട്ട് ഐറെ വിട്ടപ്പോ? ആ. എന്നിട്ട് പിന്നെ നിങ്ങൾ സ്കൂളിൽ വരുമ്പോഴും പോകുമ്പോഴും ഒക്കെ ഒരുമിച്ച് കാണും? വീടിനടുത്താണ് ഐറയുടെ വീട്? അല്ല. എന്നാലും ഫോണൊക്കെ വിളിക്കും ഐറെ? ആണോ? ഡിയർ സ്കൂൾ ഏതാ മോനെ? സ്കൂൾ ഏതാ? സെന്റ് ആൻസിലി. ശ്രീവിദ്യ, എല്ലാ കുട്ടികളുടെ അടുത്ത് ഇങ്ങനെ തന്നെ എന്റെ മോൾ ഇങ്ങനത്തെ ഒരു പ്രായത്തിൽ ഇങ്ങനെ ഫ്രണ്ട്സിന്റെ കൂടെ ഈ ബെസ്റ്റീസ് മാറിയപ്പോ 3rd സ്റ്റാൻഡേർഡില് അവള് പ്രിൻസിപ്പലിനോട് പറഞ്ഞു, ഞാൻ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിനെ ഒരു കത്ത് എഴുതാൻ പോവാണ്, എന്റെ സ്കൂളിൽ എന്റെ ഫ്രണ്ട്സിനെ വേറെ പെടുത്തി. അപ്പൊ എനിക്ക് വിശ്വസിക്കാം അതൊക്കെ നടക്കുന്ന കാര്യം. പക്ഷെ എന്തായാലും നമ്മളെല്ലാരും റിക്വസ്റ്റ് ചെയ്യാണ് ഐറേനെ തിരിച്ച് നമ്മുടെ ഈ കൊച്ചിന്റെ ക്ലാസ്സിൽ കൊണ്ടുവരേണ്ടതാണ്. പ്ലീസ് എല്ലാവരുടെ ഒരു റിക്വസ്റ്റ് ആണ്. അണ്ണനും ഈ വിഷമം ഉണ്ടായിരുന്നു. ഓരോ വർഷം കഴിഞ്ഞ് അടുത്തോട്ട് പോകുമ്പോഴേ പുള്ളി തോറ്റിരിക്കും, കൂടെ ഉള്ളവര് പോകും. അപ്പൊ ഇതുപോലെ പ്രിൻസിപ്പാളിനടുത്ത് എനിക്ക് എങ്ങനെയെങ്കിലും എന്റെ അതിൽ നീ ജയിക്കണം എന്നാലേ വിടും. അങ്ങനെ 10ാം ക്ലാസ്സിൽ എത്ര കൊല്ലം അറിയാമോ കൂടെ പഠിച്ചൊരു PSC റാങ്ക് 7 വയസ്സല്ലേ മോന്? 7 വയസ്സായി. ആ സമയത്ത് കണ്ട അവൻ ടൈയും കെട്ടി സ്കിറ്റ് കളിക്കുന്നു. ഈ സമയത്ത് ഇവൻ ചിരട്ടക്കകത്ത് മണ്ണും കുഴച്ച് വെച്ചിട്ട് കണ്ട പുട്ടുണ്ടായി കളിക്കുന്നത്. മക്കളെ, നിങ്ങൾ കിഡിലെ പെർഫോമൻസ് ആയിരുന്നു. ഈ അമ്മയ്ക്കും മോനും എത്രത്തോളം ബാറ്ററി ചാർജ് കയറി എന്നുള്ളത് നമുക്കിനി നോക്കിയാലോ? നോക്കാം. എവിടെ നോക്കും? തിരിഞ്ഞോ? ₹35,000 ആണ് നേടിയിരിക്കുന്നത്. വലിയ എമൗണ്ട് തന്നെയാ കേട്ടോ. കഴിഞ്ഞ അവിടെ നേടിയോലും ഇത്തവണ വലിയൊരു എമൗണ്ട് തന്നെയാണ് നേടിയിരിക്കുന്നത്. അപ്പൊ എന്തായാലും ചേച്ചി അവർക്കൊന്നും അറിയില്ല അല്ലേ? ശരി, അതാണ് ഇതാ. അയാൾക്ക് മുട്ടായൊക്കെ മേടിച്ചു കൊടുക്കണം കേട്ടോ. അപ്പൊ തൻവിയ കുട്ടി തന്നെ അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. Cutie the hand wash presents Comedy Masters, co-presented by Willy White Toothpaste, powered by Amritaveni Lice Kit, co-powered by Rajkumari Group. Group ആയിട്ട് എത്തിയിരിക്കുകയാണ് ഞങ്ങൾ. പറഞ്ഞോളൂ ചേച്ചി. അപ്പൊ ആസ് യൂഷ്വൽ എന്റെ ആക്ടിവിറ്റി ടൈം ആണ്. 2 ടീമുണ്ട്, ഗേൾസ് വേഴ്സസ് ബോയ്സ്. നമ്മുടെ ഗെയിമിന്റെ പേരാണ് A for Apple. അല്ല, ഇത് എന്താ പറയാ, ആണുങ്ങളുടെ അടുത്ത് ആപ്പിൾ വെക്കുമ്പോ കുറച്ച് പേടിക്കണം നമ്മളെ. സ്ത്രീ വേഷമല്ല കെട്ടാൻ പറഞ്ഞത്. ഓ, നിങ്ങൾക്കുള്ള നേരത്തെ ടാസ്ക് പോലെ അല്ല ഇതെന്നാണ് ഉദ്ദേശിക്കുന്നത്. ആപ്പിളും ഞങ്ങളും എന്താണ് ചെയ്യേണ്ടത് ചേച്ചി? ഞാൻ നിങ്ങൾ 2 ടീംസിനും 2 മിനിറ്റ്സ് തരും. ഓക്കെ, അവിടെ മുമ്പിൽ കുറച്ച് ആപ്പിൾസ് വെച്ചിട്ടുണ്ടല്ലോ, കണ്ടില്ലേ? ഈ 2 മിനിറ്റ്സിന്റെ ഉള്ളിൽ ഏറ്റവും കൂടുതൽ ആപ്പിൾ ആ ബാസ്കറ്റിന്റെ ഉള്ളിൽ ഇടണം. ഇതിലെന്താ ഉണ്ടാവുക? നമുക്ക് എന്താ അറിയാം, നിങ്ങളുടെ ടീമില് നിങ്ങളുടെ എല്ലാവരുടെ ഇടയിൽ എങ്ങനെയായിരുന്നു നിങ്ങളുടെ റാപ്പോ, നിങ്ങളുടെ ഒരു കണക്ടിവിറ്റി, നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പ്, നിങ്ങളുടെ ഒരു അപ്പൊ ചേച്ചി അല്ല ആപ്പിൾ എടുക്ക ഇങ്ങനെ പാസ് ചെയ്ത് അല്ലല്ല, അതില് കയ്യെ പറ്റില്ല, അതാണ് ട്വിസ്റ്റ്. ഓൺലി കഴുത്ത് പിടിക്കുക. നെക്ക് നമ്മളല്ലേ, നെക്ക് ടു നെക്ക്, ടു നെക്ക്. ഭയങ്കര സ്നേഹം ഉണ്ടാവുക, ഭയങ്കര സ്നേഹം, ഭയങ്കര ഐക്യം, ഭയങ്കര ഒരു ബോണ്ടിങ് തുടങ്ങും. അതൊക്കെ വീട്ടിലായിരുന്നു വേണ്ടത്, ഇവിടെ അല്ലല്ല മക്കളെ, ഭർത്താവല്ല പറഞ്ഞത്. നിങ്ങളുടെ ടീമിന്റെ ഉള്ളിൽ എന്താ ബോണ്ടിങ്, റാപ്പോ, യൂണിറ്റി, ലവ്. സഹോദരനെ പോലെ കണ്ട. ഇനി നിങ്ങൾ 2 ടീംസിലും ആരൊക്കെ? ഓക്കെ, ഗേൾസ് ടീം ആരാ നിങ്ങളുടെ ക്യാപ്റ്റൻ? ഇവളാ ഇതിലൊക്കെ മിടുക്കി, ഇവള് തുടങ്ങും. ഓക്കെ, ആലിസ് ആണ് ഈ ടീമിലെ ക്യാപ്റ്റൻ. ഈ ടീമിലോ അനു. മക്കളെ, ഒരു സംശയം. അല്ല, ഇങ്ങനെ നമ്മൾ ഇങ്ങനെയല്ലേ പാസ് ചെയ്യുന്ന ചേച്ചി? പക്ഷെ എന്റെ 6 പാക്ക് അനുവദിക്കുന്നില്ല. അതൊക്കെ വരും, അതൊക്കെ കോർഡിനേഷൻ ആണ്. ഇനി ആരുടെ അടുത്ത് കോയിൻ ഉണ്ടോ? ഇതില് നമുക്ക് ടോസ് ചെയ്ത ആരാണ്? ഓക്കെ, ഹെഡ് ആരാ? ഹെഡ് നമ്മള് ടെയിൽ ബോയ്സ്. ഓക്കെ, ആൻഡ് ക്യാപ്റ്റൻസ് ഡു ദ ഓണർ.
വെയിറ്റ് തുടരുത്. ആരും തുടരുത്, ആരും ക്യാപ്റ്റൻസ് നോക്കും. ക്യാപ്റ്റൻ അല്ല, പിന്നെ ഈ കിടക്കുന്ന രണ്ടെന്നല്ല tail. നിന്റെ തല ഇതിലിരിക്കും പാവട അപ്പൊ ടേൽ, അപ്പൊ ബോയ്സ് ആണ് ആദ്യം കളിക്കാൻ പോകുന്നത്. ഓ മൈ ഗാഡ്, ദ ഗെയിം ഇസ് ഗോയിങ് ടു ബി വെരി ഇൻട്രസ്റ്റിംഗ്. അപ്പൊ തുടങ്ങുന്നു അർജുൻ. അതെ, വേറെ ഒരു ട്വിസ്റ്റ് ഉണ്ട്. ആപ്പിൾ താഴ്ത്ത് വീണ്ടാൽ ഡിസ്ക്വാളിഫൈഡ് ആണ്. തിരിച്ചു വരണം, ഫ്രഷ് ആപ്പിൾ വേണം. ആ ആപ്പിൾ പിന്നെ തിരിച്ചെടുക്കാൻ പറ്റില്ല. തിരിച്ച് വന്നിട്ട് ഫ്രഷ് ആപ്പിൾ. 4 ആപ്പിൾ ഉള്ളൂ. ആദ്യം നമ്മൾ ബക്കറ്റ് അടിക്കും. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ റൂൾ എന്താ അറിയോ? ആ ആപ്പിൾ, അർജുൻ ആപ്പിൾ എടുക്കുക, കഴുത്തിൽ വെക്കുക, ലോക്ക് ചെയ്യുക, കൈ പിന്നിൽ ലോക്ക് ചെയ്യുക. അത്രേ ഉള്ളൂ, സിമ്പിൾ. പിന്നെ അത് കൊടുക്കുക. ഓക്കെ. അപ്പൊ എനിക്ക് മിക്കവാറും റെസ്റ്റ് ആയിരിക്കും. അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നാലും എനിക്ക് ഇടാൻ പറ്റും പോലെ നിൽക്കുക അവിടെ. അപ്പൊ ബോയ്സിന് 2 minutes സ്റ്റാർട്ട്സ് നൗ. ഒരു മുത്തം തരാൻ പാടില്ല എന്നൊന്നും അന്റെ ഉപ്പാപ്പ പറഞ്ഞിട്ടുണ്ടാവില്ല. നിന്റെ സഹോദരനെ പോലെ കാണാൻ പറഞ്ഞില്ല. ഈ കളി കണ്ട് കാണാം. ഇവിടെ ഞാനാ ആപ്പിൾ കഴുത്തിലല്ലോ. പിടിച്ചോണ്ടാ? പിടിച്ചാ? പിടിച്ചിട്ടില്ലടോ. കഴുത്ത് കേട്ടാ ഇവന്റെ താടി എനിക്ക് ഞാൻ എന്ത് ചെയ്യണം? ഞാൻ എന്ത് ചെയ്യണം? പിടി കടിക്കെടുത്താ മതിയാ. ഞാനൊരു കാര്യം പറയട്ടെ. എനിക്ക് ഇത്തിരി സമയം തരും. ഞാൻ അവിടെ കറക്റ്റ് വെച്ചേരാ. നിന്ന് തന്നാ മതി. ആ, 1 minute കഴിഞ്ഞേ. ഈശ്വര, മൂട്ടില് വെയിലടിക്കണവരെ കിടന്നുറങ്ങാൻ പറ്റണേ. എന്താ നിങ്ങൾ ഈ കഴുത്തിലൊന്നല്ല, കക്ഷത്തിന്നൊക്കെ പോടാ, സമയം പോണ്ടാ. അത് ഇവിടുന്ന് ഞാൻ വെച്ചേരാ. ഓക്കെ, 30 സെക്കൻഡ്. ഒറ്റയടിക്ക് വെച്ചോട്ടോ. കൊണ്ടോ. കേറ്റ്. ഇഞ്ചക്ഷൻ. ചേച്ചി, ആ ആപ്പിൾ ഇതിൽ വീഴണ്ടല്ല. ആപ്പിൾ 2 ആപ്പിൾ അവരിട്ടു. 2 ആപ്പിൾ. അല്ല ആ സമയത്ത് മാത്രം അഖിൽ, കുട്ടി അഖിലാണ് ഇത് കൊളാക്കി. അവന് കിക്കിളി. എത്ര വയസ്സായിട്ട് ഇരിക്കാം? പെണ്ണിട്ടറായ ചെറുക്കനെ ഇവന്റെ ഇവിടെ ഒരു ഇന്ന് മുതൽ ഇവന്റെ പേര് കിക്കിളി ചർത്തി. ഇവന്റെ ഇവിടെ നോക്കിയാ കോട്ടൂര് വനം കൊണ്ടുവച്ച് ഇവിടെ ആവൂലേ? ഞാൻ മരിച്ചതല്ലേ? അപ്പൊ ഞാൻ അങ്ങനെ അവിടെ മൊത്തം മുള്ളാണി. നമ്മള് പൊളിച്ചു. ചേച്ചി, ഞങ്ങൾക്കൊരു ഫാമിലി ഇൻഷുറൻസ് ബി കെയർഫുൾ. സ്ത്രീകൾക്കിടയിൽ ഒരു ജോസ് പ്രകാശം. അല്ല, എനിക്ക് തോന്നുന്നു ഇയറിംഗ് മാറ്റണം എന്നാണ്. ആണോ? ആ, നല്ല വേദനിക്കല്ല. ഗേൾസ് പൊസിഷൻ ആൻഡ് യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. അയ്യോ, കഴുത്തില്ല. എനിക്ക് കഴുത്തില്ല. ആ ഡബിൾ സിഗ്നലിൽ വെച്ച് കൊണ്ടുവാ. പൊടി വണ്ടി. എന്താ അവിടെ നടക്കുന്നത്?
ആ ഇത് പോയി ഇത് പോയി ഇത് പോയി ഇത് പോയി താഴെ പോയി. എടി നീ മോളില് കൈ തൊട്ട് തൊട്ട് നീ താഴെ ആയാലും ഞാൻ മേലായാലും എത്തിയാ പോരെ. പോയാ 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 എവിടെ എവിടെ ആ, നിക്ക്, നിക്ക്, നിക്ക്. കേറ്റ്, 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 കേറ്റ്. കേറ്റാൻ പറ്റൂല. Tight ആക്ക്, tight ആക്ക്. ആ, കൈ യൂസ് ചെയ്ത് എടി, കൈ use ചെയ്ത്. എടി, കൈ യൂസ് ചെയ്ത്. കൈ യൂസ് ചെയ്ത് ചേച്ചി. കൈ യൂസ് ചെയ്ത് ചേച്ചി. Come on. ഇത് ഇത് ശ്രദ്ധിച്ചോട്ടാ. എടാ, എടാ, double ഇവിടെ check എല്ലാം ചെയ്ത് use ചെയ്യും. വെക്കാന്ന്. നീ എന്നൊരു സഹോദരി അതുകൊണ്ട് കൊണ്ടുവരട്ടെ. അല്ലല്ല അത് തറയട്ടാ. ഞങ്ങൾ പോട്ടെ പോട്ടെ പോട്ടെ. എന്റെ ദൈവമേ. ജയിച്ചു നമ്മൾ ജയിച്ചു. ആപ്പിളെവിടെ? ആപ്പിള് സേഫാണ്, ആപ്പിള് സേഫാണ്. Okay. Two. One. Over. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഒരു കാര്യം നിങ്ങൾ എല്ലാരും മനസ്സിലാക്കണം. ഒരു കാര്യമല്ല, ഒന്നും മനസ്സിലാക്കിയല്ല. നിങ്ങളൊക്കെ നമ്മളും കണ്ട് നിങ്ങളുടെ പരിപാടിയൊക്കെ വിട്ടാതിരിക്കവിടെ. എനിക്കിവിടെ പറയാൻ പറ്റുമോന്ന് അറിയില്ല. പറയണം. വിഴുങ്ങുന്നു. എന്തായാലും 2:1. ഒരു സെക്കൻഡ്. കമ്മില് മാറിയില്ല. അതായിരുന്നു എന്റെ കമ്മില്. അത് സാരല്ല, ഇപ്പൊ എല്ലാം മാറിയില്ലേ. ചേച്ചി ഇത് ടെലികാസ്റ്റ് ചെയ്യുന്ന ദിവസം മുമ്പേ പറയണേ, വീട്ടിൽ നിന്ന് ഞങ്ങൾക്കൊക്കെ ഒരു ടൂർ പോയായിരുന്നു. രാഹുലും രോഹിത്തും വിളിച്ചിരുന്നത് നിങ്ങൾ രണ്ടുപേരും നിങ്ങളെ വീട്ടിലേക്ക് വെക്കണം. ഫസ്റ്റ് ഓഫ് ഓൾ ബോയ്സ് ആൻഡ് ഗേൾസ് സൂപ്പർ ജോബ് അല്ലേ? നന്നായിട്ട് കളിച്ചു. ഭയങ്കര സ്പോർട്ടിംഗ്ലി ആണ് എല്ലാരും കളിച്ചത്. പക്ഷേ ഗെയിം ആവുമ്പോ ഒരു ജയം ഉണ്ടാവും, പരാജയം ഉണ്ടാവും. അപ്പൊ നമ്മുടെ ബോയ്സ് ആണ് ജയിച്ചത്. 2:1. ഒരു കാര്യം പറഞ്ഞോട്ടെ, ബോയ്സ് ജയിക്കാൻ പിന്നെ ജയിക്കും. കാരണം എന്താ വെച്ചാൽ ഹൈവേ പോലെ ഇങ്ങനെ ഇരിക്കാണ്. അല്ല വെയിറ്റ്, ഞങ്ങൾക്ക് പ്രശ്നം എന്തായിരുന്നു പറഞ്ഞാൽ ഈ കാണുന്ന സീക്വൻസ് ഒക്കെ മൂക്കിലും താടിയിലും ഒക്കെ കൊണ്ട് ഒരഞ്ഞതാ. എന്റെ മൂക്കൊക്കെ റെഡ് ആയിട്ടിരിക്കാം. സോഫ്റ്റ് ആണ്. ലവ് ബൈറ്റോ? ഒരു കണ്ടൽക്കാട് കയറി ലവ് ബൈറ്റോ? ഈ കാണുന്നത് മനസ്സിലായ? അതുകൊണ്ട് ഞാൻ പറയുകയാണെങ്കിൽ ഞങ്ങൾ തുല്യരായിട്ട് ജയിച്ചു എന്ന് വേണം നിങ്ങൾ അങ്ങനെ പറ്റില്ല. ബോയ്സ് ആക്ച്വലി 4 ഇട്ടേന്നെ. അർജുനും കുട്ടി അഖിലാണ് കൊളാക്കിയത്. ഇവരിത് വീട്ടില് പ്രാക്ടീസ് ചെയ്യണം. പിന്നെ ഡെയിലി രാവിലെ ഇവന് ഞാൻ ഓരോ കിലോ ആപ്പിൾ എടുത്ത് കൊടുക്കാനുള്ള എടുത്ത് വെച്ച് റൂമിൽ എന്തായാലും നിങ്ങൾ 3 പേരും ഒരുമിച്ചാണല്ലോ. നമ്മളുടെ കോംബോ സൂപ്പർ ആണ്. അല്ല, ഒരു മിനിറ്റ്. അർജുൻ ഏറ്റവും ലാസ്റ്റ് ഡെമോ. അഖിൽ കവലിയൂർ ഒന്ന് തുടങ്ങും. ഓ ഈസി ഈസി. കണ്ടുപിടിച്ചോടെ പോയിട്ട് റെഡി അല്ലേ? അർജുട്ട് അത് കേൾക്കാൻ വേണ്ടി നിക്കാണ്. നോക്കിക്കോളൂ. അഖിലയുടെ ഒറ്റ പരമാട്ടോ. പതുക്കെ വന്നാ മതി. പതുക്ക കണ്ടോ, എളുപ്പാണ്. സിമ്പിൾ 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 സിമ്പിൾ. വീണ്ടും ഇതാണോ കരിമ്പിൻകാട്ടിൽ ആന കയറി എന്ന് പറയുന്നത്? ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ ശബ്ദമായിട്ട് സംസാരിക്കാൻ ലോകത്തെ പെമ്പിള്ളേരുണ്ട്. നിങ്ങളെ ലോകത്തെ പെമ്പിള്ളേരുണ്ടെന്ന് പറഞ്ഞിട്ട് ഈ ഇരുന്ന് 5 പോലും ഇതുവരെ മിണ്ടിയിട്ടില്ല. അവർക്ക് ആ ബുദ്ധിമുട്ട് അവര് ഞങ്ങൾ കിടന്ന് സഹിക്കുന്ന കണ്ട് വിഷമിച്ച് വിതുപ്പിക്കൊണ്ടിരിക്കുകയാണ്. Cutie the Hand Wash Presents Comedy Masters, co-presented by Willy White Toothpaste, powered by Amrithaveni Lice Kit, co-powered by Rajakumari Group. Yes. Yay!
എന്നാ 2 പിള്ളേരുമായിട്ട് ചേച്ചി അങ്ങ് ഇരിക്കുവാന്നോ? 2 അല്ല 3 പിള്ളേര് കണ്ടില്ലേ? ശരിയാ 3 പേരാണ്. ഞങ്ങളുടെ ഭാഗത്താ മിസ്റ്റേക്ക്. മക്കൾ എന്ത് ചെയ്യാ അവിടെ? നമ്മളിവിടെ ക്യൂട്ടി ദ ഹാൻഡ് വാഷ് ഇന്നത്തെ മെയിൻ ആൻഡ് വില്ലി വൈറ്റ് ദ ബ്രൈറ്റ് വാങ്ങാൻ വേണ്ടി വെയിറ്റ് ആന്റി എപ്പോ തരും? അയ്യോ അത് തരണമെങ്കിൽ നിങ്ങൾ ഇവിടെ വരണ്ടേ? നമ്മള് വരട്ടെ? വരണല്ലോ. നമുക്ക് പോവാം. ശരി. ആ 3 കുട്ടികളിൽ ഏറ്റവും ഇളയതാണെന്ന് സെന്ററിൽ ഇരിക്കുന്നത്. അങ്കമാലി പഠിക്കുന്നല്ലേ? അതെ അതെ. ഉപ്പുമാവൊക്കെ കിട്ടാറുണ്ടോ? ആ കിട്ടാറുണ്ട്. അല്ലല്ല അമൃതം പൊടിക്ക് വേണ്ടി മാത്രം വരണം വെച്ച്. അതെ അതെ. ശരി മക്കള് 3 പേരും വാ. വരട്ടെ. യൂണിഫോം ഒക്കെ ഇപ്പൊ സാരി ആക്കിയല്ലേ? എന്നതാ ആഹാ മോളത്തി കുറുമ്പിച്ചിരി കൂടുതലാ. എപ്പോഴും ഞാൻ മോളോട് പറയും ഇവിടെ വരുമ്പോ മൈക്ക് എടുത്തോണ്ട് വരണമെന്ന് പറയില്ലേ? ആ മൈക്ക് അനൂപേനൻ കൊണ്ടുവരും. ആ അനൂപേനൻ ട്യൂബ് വരും. പാട്ടിട്ടാലേ ഞാൻ മൈക്ക് കൊണ്ടുവരുള്ളൂ. പാട്ടിട്ട് കൊടുക്കേട്ടാ. അനൂപേട്ടാ മൈക്ക്. ആ കളിച്ചേച്ചി ആണ്ടടാ കളിച്ചോ. നിങ്ങളും കളിച്ചോ. ഡാൻസ് കളിച്ചോ. ആ ശരി അപ്പൊ എന്തായാലും ചേച്ചി ഇല്ല മോളൂസും പറ എന്നാ ബാക്കി എന്താണ് ഇനി പറയാൻ പോകുന്നത്? നമ്മുടെ കോമഡി മാസ്റ്റേഴ്സിന്റെ ക്യൂട്ടി ദ ഹാൻഡ് വാഷ് ഇന്നത്തെ മെയിൻ ബില്ലി വൈറ്റ് ദ ബ്രൈറ്റ് ആരൊക്കെയാ? ക്യൂട്ടി ദ ഹാൻഡ് വാഷ് ഇന്നത്തെ മെയിൻ തന്നെ തൻവിക്കാനാണ് കിട്ടിനേ. ആരാ മമ്മ? പറ ചേച്ചി. നമ്മുടെ തന്നെ തൻവിക്കയൊക്കെയാണ് ഇന്നത്തെ ദ വില്ലി ദ ബ്രൈഡ്. ഓ ശരി അപ്പൊ എല്ലാം കഴിഞ്ഞപ്പോ നിങ്ങൾ അങ്ങ് പോവാണോ? ഞങ്ങൾ കഴിഞ്ഞോ? എന്നാ കളിയാ ഇത്ര സീനിയർ ആയിട്ട് ഇതൊക്കെ മറന്നോ? ഹാപ്പി ആയല്ലേ? ആ ഇനി ബ്രഷ് ചെയ്യാം, കുളിക്കാം, സോപ്പ് ഉണ്ട്, ഫേസ് വാഷ് ഉണ്ട്, എല്ലാ സാധനം കിട്ടിയ സ്ഥിതിക്ക് ഇനി ഒരു എന്റർടൈൻമെന്റ് മസ്റ്റ് ആണേ. ഇത്രയും നേരം നമ്മളെ സപ്പോർട്ട് ചെയ്ത് മഞ്ചേരിയിൽ നിന്നും വന്ന DDMT നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ദക്ഷ ഡാൻസ് മഞ്ചേരി. ഒരു നാൾ വരും ഭൂലോകമേ അന്നെന്റെ പിന്നാലെ ലോകം താങ്ങിടും. ഇറവാനിലെ താരങ്ങളെ എന്നും ഞാൻ ഉള്ളം കൈമേലെ ചുറ്റിക്കും. നേരത്തെ ശോകത്തെ പാടെ കത്തിക്കും, കാലത്തെ നെത്തിക്കും, കണ്ണെല്ലാം ശ്രദ്ധിക്കും, എൻ രാജ്യം സൃഷ്ടിക്കും, ചിത്രങ്ങൾ ശബ്ദിക്കും. തുന്നി ദൈവത്തിൻ കാതിൽ ഒരു വരദാനം മൂടി, ഇതിനായി മാത്രം പൊരുതി കൂര ഞാൻ പകരും കാഴ്ചകൾ കാണാം.
നെഞ്ചം വെള്ളിത്തീര മിന്നിക്കത്തും മായാജാലം अपना फ्राइडे आएगा 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 अपना फ्राइडे आएगा सपने तो बन जाएगा अपना फ्राइडे आएगा 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 अपना फ्यूचर आएगा सपने सारे बन जाएगा ഓ സൂപ്പർ എന്താണ് TDM ടീം സൂപ്പർ എനർജി, സൂപ്പർ ഡാൻസ്, സൂപ്പർ. ആക്ച്വലി ഭയങ്കര കൂളായിട്ടാണ് നിങ്ങൾ ചെയ്തത്. നിങ്ങളോട് നല്ല നമ്മുടെ കോമഡി മാസ്റ്റേഴ്സിന്റെ ബോയ്, സ്പെഷ്യലി അഖിൽ കവലിയൂർ സ്റ്റാർട്ടിംഗിലല്ലേ ഈ ഡാൻസ് ഞാൻ കളിക്കാനാ? ഞാൻ ഡാൻസ് കളിച്ചിട്ട് ബാക്കിയത് പറയുമെന്നോടെ കിടക്കണ കാണുമല്ലേ? സ്റ്റാർട്ടിംഗ് മ്യൂസിക് പ്ലീസ്, മ്യൂസിക്. ഷർട്ട് അത് മാത്രമേ കാണിച്ചാൽ പോലെ. ഇവിടെ ഒന്ന് കാണിക്കണം അവിടെ 3 പേര് പോകും. സാറെന്നൊക്കെ എടാ അത് അഖിലേട്ടാ അനുപേനല്ല. നാളെ കിടത്തല്ലേ അടിപൊളിയായിട്ടെ എല്ലാരും. പ്രിയ സുഹൃത്തുക്കളെ, വേദിയിൽ അതാ 3 താരങ്ങൾ പെർഫോം ചെയ്യാൻ പോവുകയാണ്. നെഞ്ചും കൂടെ ഇളക്കിയിട്ടുള്ള പെർഫോമൻസ്. 3, 4 മ്യൂസിക്. ഓ അന്ന് മറ്റേ സ്ഥലം നിറവാനിലെ താരങ്ങളെ എന്നും കൈമേലച്ച് നേരത്തെ കാലത്തെ നെത്തിക്കും കണ്ണാജം സൃഷ്ടിക്കും ചിത്രങ്ങൾ ശബ്ദിക്കും മതിയില്ലേ? സൂപ്പർ ബോയ്സ്, സൂപ്പർ. എന്റെ ചേച്ചി ഇങ്ങനെ സപ്പോർട്ട് ചെയ്യല്ലേ എന്നെ ഇവിടെ ഒരു മിനിറ്റ്, അവര് കാണിച്ച എന്ത് നിങ്ങൾ കാണിച്ചു? ആദ്യത്തെ സ്റ്റെപ്പ് ഉണ്ടല്ലോ, തോട്ടി നാമ വെളിയിൽ തല ഇട്ട് വെക്കണ പോലെ ഉണ്ടായിരുന്നു. താങ്ക് യു. ഒരു കാര്യം, ഞങ്ങളെ മാസ്റ്റർ വന്നിട്ടുണ്ട്, അദ്ദേഹത്തൊന്ന് ഞങ്ങളോട് ഡാൻസ് കളിക്കാനാണോ? മാസ്റ്റർ മാസ്റ്ററെ അനുമേനെ ഒന്നൊന്ന് അറിഞ്ഞിട്ട് വന്നത്. മാസ്റ്ററിനെ സ്റ്റേജിൽ കയറ്റണോ? ഇവരെ തല്ലി കൊല്ലില്ല ഇത് കണ്ടിട്ട്. ഇല്ല മാസ്റ്റർ ഞങ്ങളുടെ ഡാൻസ് മാസ്റ്റർ വരട്ടെ, മാസ്റ്റർ വരട്ടെ. മാസ്റ്റർ വന്നിട്ട് ഓ മാഷ്. ഓ മാഷ്. എന്റെ ശിഷ്യനാവണമെന്ന് പറയാനായിരിക്കും, പക്ഷെ എനിക്ക് സമയമില്ല, ഷൂട്ടും തിരക്കൊക്കെ ആയിട്ട് ഞാൻ പുറത്താണ്. ആ കയ്യകലത്തിൽ നിന്ന് മാറി നിന്നോ. അല്ല പക്ഷെ ഞങ്ങളുടെ ഡൗട്ട് വെച്ചോടെ, ഞങ്ങളുടെ 3 പേരുടെയും പെർഫോമൻസ് കണ്ടിട്ട് ഞങ്ങൾ രക്ഷപ്പെടും എന്ന് തോന്നുന്നുണ്ടോ? 100%. അടിപൊളിയാണ്. അത് കേട്ടാ മതി. വേറൊന്നുമില്ല, ഇവിടുന്ന് രക്ഷപ്പെട്ടാ മതി. ഓക്കെയാണ്. ആണല്ലേ? അതെ അതെ. മാഷിന്റെ പേരെങ്ങനെയാ? രമേശ്. രമേശ്. എത്ര വർഷമായിട്ട് ഡാൻസ് ചെയ്യുന്നു? ഞാൻ 99 ഓ കണക്കിൽ ഞങ്ങൾ 8ാം ക്ലാസ് മുതല്. അപ്പൊ എന്തായാലും DDM ടീം താങ്ക് യു സോ മച്ച്. നിങ്ങൾ ഫുൾ പവർ ആയിരുന്നു, ഞങ്ങളുടെ കൂടെ നന്നായിട്ട് എൻജോയ് ചെയ്തു. ഇനിയും നിങ്ങൾ വരണം, ഇനിയും ഈ ഡാൻസ് നിങ്ങൾക്ക് കാണണം. ഇവരുടെ ഡാൻസ് നിങ്ങളെ കാണിപ്പിക്കും, ഞങ്ങൾ ഇരുത്തി കാണിക്കും കേട്ടോ. കാണണം. അപ്പൊ ഇതൊക്കെ പറഞ്ഞോണ്ട് ചേച്ചി നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. അടുത്ത ദിവസം കാണാം. അതിനു മുമ്പ് ബ്രഷ് ബിഫോർ ബെഡ് യൂസിംഗ് വില്ലി വൈറ്റ് ടൂത്ത് പേസ്റ്റ് ആൻഡ് ബൈ ബൈ, ഗുഡ് നൈറ്റ്.